ഹായ് ഫ്രണ്ട്സ്, ഈസി കുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ളതൊന്ന് നോക്കാം. ഞാൻ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില സ്പഞ്ചാണ്. ഇത് ഞാൻ 3 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ല പോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് ആണെങ്കിൽ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണ്ട. ചോക്ലേറ്റ് സ്പഞ്ച് ആണെങ്കിൽ മാത്രം ഒത്തിരി കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓരോ ലെയറും അതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്യുക. അങ്ങനെ എല്ലാ ലെയറും നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ഒരു ലെയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫൈനലായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്യണം. ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നല്ല പോലെ സെറ്റാവാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല പോലെ ഫ്രഷായിട്ട് വളരെ ഷാർപ്പ് എഡ്ജായിട്ട് നമ്മുടെ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്രംസ് ഒന്നും നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ മുകളിലോട്ട് കയറി വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ നല്ല പോലെ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുവാണ്. ഇനി ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴും നമ്മൾ നല്ല പോലെ വൃത്തിക്ക് ചെയ്തെടുക്കുക. നമ്മൾ എങ്ങനെയാണ് ഷാർപ്പ് എഡ്ജ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി ചെറിയ ഡെക്കറേഷൻസൊക്കെ ആദ്യം ചെയ്യുവാണ്. ഞാൻ ആദ്യം ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ ഞാൻ കേക്കിൻ്റെ ബേസിൻ്റെ അവിടെയും ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. രണ്ടും ഞാൻ ഈ ഒരു നോസിൽ ഒറ്റ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 ബോർഡറും ഒരുപോലത്തെ നോസിൽ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നിങ്ങനെ വളഞ്ഞിട്ട് അതിന് ശേഷം അടിഭാഗം ഒന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നോസിലാണ് ഇത്. ഇനി നമുക്കിങ്ങനെ മുഴുവനായിട്ടും ഈ ബോർഡർ ഒന്ന് കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് യു ഷേപ്പിലുള്ള ഒരു ചെറിയ ഒരു യു ഷേപ്പിലുള്ള ഒരു നോസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയതായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഒരു ഫ്ലവറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കാര്യം തന്നെയാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ എത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഫ്ലവേഴ്സ്, ഡെക്കറേഷൻസ്, കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ആയിട്ട് നമ്മുടെ ബീറ്ററിൻ്റെ ലോ റേഞ്ചിൽ ഇട്ടിട്ട് അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഒത്തിരി സമയം കുറച്ച്
കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നല്ല ഒരു എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ വളരെ കറക്റ്റായിട്ട് ഒറിജിനൽ ഫ്ലവേഴ്സിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. എങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു പെർഫെക്ഷനോട് കൂടി നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കിട്ടും. വിപ്പിംഗ് ക്രീം നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് തരത്തിലുള്ള വിപ്പിംഗ് ക്രീമുകൾ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നല്ല വിപ്പിംഗ് ക്രീം മാത്രം നോക്കി വാങ്ങുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിവിടെ ഈ ഒരു ബഡ്സ് കൊടുക്കുന്നത് നമ്മൾ പൂവിനൊക്കെ മൊട്ടുകളായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലീവ്സ് കൊടുക്കാണ്ട് നമ്മൾ ബഡ്സ് രൂപത്തിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ലുക്ക് കിട്ടും നമ്മുടെ ഒരു കേക്കിന്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാ നമ്മുടെ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന നോസിലില്ലേ, ചെറിയ ഒറ്റ ഹോളുള്ള ആ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ബഡ്സൊക്കെ തയ്യാറാക്കിയത് കേട്ടോ. ഇനി നമ്മൾ ഒരു റോസ് കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റോസിൻ്റെ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. റോസിൻ്റെ ഞാൻ യൂസ് ചെയ്ത ഈ ഒരു റോസിൻ്റെ നോസിലിന് നമ്പറൊന്നുമില്ല. ഇത് ഞാനിങ്ങനെ നോക്കിയെടുത്തതാണ്. ഇത് നേരെ വലിയൊരു വളവൊന്നും ഇല്ലാത്ത ഒരു നോസിലാണ്. വളരെ പെർഫെക്റ്റായിട്ട് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത് 100ൻ്റെ 44 ഒക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പെർഫെക്റ്റായിട്ട് എനിക്ക് എപ്പോഴും റോസ് കിട്ടുന്നത് ഈ ഒരു നോസിൽ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ ഒത്തിരി നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ ആ ഒരു നോസിൽ കൊണ്ട് തന്നെ വേറെ 2 ഫ്ലവേഴ്സ് കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ റോസിൻ്റെ ആ ഒരു നോസിൽ കൊണ്ട് തന്നെ അതും കൂടി ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൻ്റെ സൈഡൊക്കെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന ആ ഒരു നോസിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിനും അതുപോലെ തന്നെ ബഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ നല്ല ഒരു ലുക്കാണ് നമ്മുടെ കേക്കിന് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴുണ്ടാവുന്ന ഡിഫക്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ബഡ്സ് ചെയ്ത് കൊടുത്താൽ അവിടെയൊക്കെ കാണാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഫ്ലവേഴ്സൊക്കെ കാണാൻ വളരെ ഒരു സുന്ദരമായ രീതിയിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബഡ്സ് ചെയ്തതിൻ്റെ മുകളിൽ അല്പം വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബഡ്സൊക്കെ നമുക്ക് ഉദിച്ച് കാണും നമ്മുടെ കേക്കിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എനിക്ക് ഒരു ഓർഡർ കിട്ടിയ ഒരു കേക്കാണ്. ചെറിയ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു മിന്നു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എന്നോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ പേരാണ് ഞാനിതിൽ കൊടുക്കുന്നത് കേട്ടോ. മിന്നു എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ മിന്നുവിന് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ എൻ്റെ. അപ്പോൾ നമ്മൾ മിന്നുവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് മിന്നുവിന് ഒരു കണ്ണും മൂക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ ഷുഗർ ബൗൾസ് വെച്ചിട്ടില്ലേ. കുട്ടികൾക്ക് വളരെ സന്തോഷമല്ലേ ഓരോ കാര്യങ്ങളും. അപ്പോൾ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണമല്ലേ. അപ്പോൾ എല്ലാവരും കേക്ക് മുഴുവനായിട്ടും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ കേക്കിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതുപോലെയൊക്കെ കേക്കൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് പഠിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം എന്നെ. അപ്പോൾ എല്ലാവരും എൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ പോയിട്ട് കണ്ടിട്ട് അതിനുകൂടി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യണം.
അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോഴും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.